ഹായ് ഗായ്സ്, അപമാനം കിട്ടിയാൽ തിരിച്ചടിക്കാതെ ജയിക്കാൻ ഒരു വരി. ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓൾ ആർ വെൽക്കം ടു ഫീൽ ബെറ്റർ. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താറുണ്ടോ? നാലാളുടെ മുന്നിൽ വെച്ച് കളിയാക്കാറുണ്ടോ? തിരിച്ചടിച്ചാൽ നിങ്ങൾ ചെറുതാകും, മിണ്ടാതിരുന്നാൽ നിങ്ങൾ തോറ്റുപോകും. പിന്നെ എന്തു ചെയ്യും? നിങ്ങൾ സ്ഥിരമായി അപമാനിക്കപ്പെടാറുള്ള ചില സന്ദർഭങ്ങൾ ഞാനിവിടെ പറയാം. ഫാമിലി ഫംഗ്ഷനിൽ ഒരു റിലേറ്റീവ്: നിനക്കിതുവരെ ജോലിയൊന്നും ആയില്ലേ? ഓഫീസ് മീറ്റിങ്ങിൽ ബോസ്: നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഫ്രണ്ട്സ് സർക്കിളിൽ: നീ ഇത്ര വണ്ണം വയ്ക്കാൻ നീ എന്താ തിന്നുന്നത്? അല്ലെങ്കിൽ എന്താ ചോദിക്കുക, നീ ഇത്ര വണ്ണം വയ്ക്കാൻ നീ എന്താ അടിച്ചു കയറ്റുന്നത്? ഇത് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ദേഷ്യവും പുകയും ഉണ്ടാകും. തിരിച്ചു പറയാൻ വാക്കുകൾ വരും, പക്ഷേ തിരിച്ചു പറഞ്ഞാൽ പ്രോബ്ലം കൂടും. ഇത് സോൾവ് ചെയ്യാനായി ഞാൻ കുറച്ച് ടെക്നിക്കുകൾ പറയാം. എഗ്രി ആൻഡ് റീഡയറക്റ്റ് ടെക്നിക്. ഇതൊരു പവർ മൂവ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ നിങ്ങൾ ജയിക്കും. സ്റ്റെപ്പ് 1: എഗ്രി. ആദ്യം സമ്മതിക്കൂ. അവർ പറഞ്ഞതിൽ 1% സത്യമുണ്ടെങ്കിൽ പോലും അത് അക്നോളജ് ചെയ്യൂ. റിലേറ്റീവിനോട് പറയൂ, ശരിയാണ്, ഞാനിപ്പോൾ ജോലി അന്വേഷിക്കുകയാണ്. ബോസിനോട് പറയൂ, സാർ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇംപ്രൂവ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരോട് പറയൂ, അതെ, ഞാൻ തടി കൂടി. തിരിച്ചടി പ്രതീക്ഷിച്ച ആളുടെ വെപ്പൺ നിങ്ങൾ വാങ്ങിവെച്ചു. അവർക്ക് അടിക്കാൻ ഇനി വടി അവരുടെ കയ്യിലില്ല, വടി നമ്മളുടെ കയ്യിലാണ്. സ്റ്റെപ്പ് 2: റീഡയറക്റ്റ്. വിഷയം മാറ്റൂ, ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഉടനെ ടോപ്പിക് മാറ്റി അവരെ പറ്റി ചോദിക്കൂ. റിലേറ്റീവിനോട് ചോദിക്കൂ, പക്ഷേ ചേട്ടൻ്റെ ബിസിനസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു? ബോസിനോട് ചോദിക്കൂ, അതിരിക്കട്ടെ മാഡം, മാഡത്തിൻ്റെ മോളുടെ പഠിത്തം എങ്ങനെ പോകുന്നു? കൂട്ടുകാരോട് പറയൂ, കുറേ നാളായില്ലേ നമ്മളൊന്ന് കൂടിയിട്ട്, നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്താലോ? എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? 1. നിങ്ങൾ മെച്ചറാണെന്ന് തെളിഞ്ഞു. 2. അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് ഇൻസെക്യൂർ അല്ലെന്ന് കാണിച്ചു. 3. കൺട്രോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലായി. ചോദ്യം ചോദിക്കുന്ന ആൾക്കാണ് പവർ കൂടുതൽ ഉണ്ടാകുക. അവർ അപമാനിക്കാൻ വന്നിട്ട് അവസാനം അവർ അവരുടെ കാര്യം സംസാരിച്ചിട്ട് പോകും. തർക്കിക്കുന്നവരാണ് എപ്പോഴും തോൽക്കുന്നത്. സൈലൻ്റായി ഗെയിം കൺട്രോൾ ചെയ്യുന്നവരാണ് എപ്പോഴും ജയിക്കുന്നത്. ഇങ്ങനെ പെരുമാറുന്നത് വീക്ക്നെസ് അല്ല, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഇനി ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഈ എഗ്രി ആൻഡ് റീഡയറക്റ്റ് ടെക്നിക് ട്രൈ ചെയ്യൂ. അവർ നമ്മളെ അപമാനിക്കാൻ വന്നിട്ട് അവസാനം അവർ അവരുടെ കാര്യം സംസാരിച്ചിട്ട് പോകും. തർക്കിക്കുന്നവരാണ് എപ്പോഴും തോൽക്കുന്നത്. സൈലൻ്റായി ഗെയിം കൺട്രോൾ ചെയ്യുന്നവരാണ് എപ്പോഴും ജയിക്കുന്നത്. ഇനി ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഈ എഗ്രി ആൻഡ് റീഡയറക്റ്റ് ടെക്നിക് ട്രൈ ചെയ്യൂ. നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ലൈഫ് കോച്ചിങ് ടിപ്സുകൾ സൗജന്യമായി ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ.